ബി.ആർ.എസ് നേതാവ് കെ കവിതയെ CBI അറസ്റ്റ് ചെയ്തത് മുതൽ ചങ്കിടിപ്പിലാണ് കേരളത്തിൽ മുഖ്യനും മകൾ വീണയും. ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ച കേസിലായിരുന്നു അറസ്റ്റ്. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തീഹാറിൽ കഴിഞ്ഞിരുന്ന ഇവരെ കോടതിയുടെ പ്രത്യേക അനുമതിയോടെ കഴിഞ്ഞ ദിവസം CBI ചോദ്യം ചെയ്ത പിറകെയായിരുന്നു അറസ്റ്റ് ഉണ്ടായിരുന്നത്. കവിതയെ CBI അറസ്റ്റ് ചെയ്തത് കരിമണൽ കുംഭകോണവുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസ് അന്വേഷണം നേരിടുന്ന കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനിലും CPM നേതൃത്വത്തിലും ഭീതിയുണ്ടാക്കിയിട്ടുണ്ട്. താൻ ഇരയാണെന്നും തനിക്കെതിരെ നടക്കുന്നത് മാധ്യമ വിചാരണയാണെന്നും ആരോപിച്ച് കവിത കോടതിയിൽ കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിരുന്നു. താൻ ഇരയാണ്, എന്റെ വ്യക്തിപരവും രാഷ്ട്രീയപരവുമായ അന്തസ്സിനെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. എന്റെ മൊബൈൽ ഫോൺ ചാനലുകളിൽ കാണിക്കുന്നു. സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണിത് എന്നും കത്തിൽ കവിത ആരോപിച്ചിരുന്നു. എൻഫോഴ്സ്മെന്റ് മാർച്ച് 15-നാണ് കവിതയെ അറസ്റ്റ് ചെയ്യുന്നത്. ഡൽഹി മദ്യനയത്തിന്റെ പ്രയോജനം ലഭിക്കാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായും ആം ആദ്മി പാർട്ടി നേതാവ് മനീഷ് സിസോദിയയുമായും കവിത ഗൂഢാലോചന നടത്തിയെന്നും പകരമായി നേതാക്കൾക്ക് 100 കോടി നൽകിയെന്നും ED വെളിപ്പെടുത്തുകയുണ്ടായി. വിവിധ ഏജൻസികളുടെ കീഴിലായിരുന്ന മദ്യവിൽപ്പനയും ഇടപാടുകളും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള നയം 2021 നവംബർ 17-നാണ് പ്രാബല്യത്തിലെത്തുന്നത്. ലഫ്റ്റനന്റ് ഗവർണറായി VK സക്സേന ചുമതലയേറ്റ പിറകെയാണ് ലൈസൻസ് അനുവദിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണം അന്വേഷിക്കാൻ നിർദ്ദേശമുണ്ടാവുന്നത്. ക്രമക്കേടുണ്ടെന്ന് കാട്ടി CBI പ്രാഥമിക റിപ്പോർട്ട് നൽകിയതോടെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. സംഭവം വിവാദമായതോടെ കഴിഞ്ഞ വർഷം ജൂലൈ 31-ന് മദ്യനയം കെജ്രിവാൾ സർക്കാർ പിൻവലിക്കുകയാണ് ഉണ്ടായത്. ടെൻഡർ നടപടികൾക്ക് പിറകെ ലൈസൻസ് സ്വന്തമാക്കിയവർക്ക് സാമ്പത്തിക ഇളവുകൾ അനുവദിച്ച് നൽകുകയായിരുന്നു. സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ EDയും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ക്രമക്കേടുകളിലൂടെ ലഭിച്ച 100 കോടിയിലേറെ രൂപ ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AAP ഉപയോഗിച്ചുവെന്നാണ് ED ആരോപിക്കുന്നത്. ഇടപാടുകളിൽ ഭാഗമായിരുന്ന സൗത്ത് ഗ്രൂപ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യവസായ സംഘത്തിൽ കെ കവിതയുമുണ്ടെന്നാണ് അന്വേഷണ ഏജൻസി കണ്ടെത്തുന്നത്. കേരളത്തിൽ മാസപ്പടി വിവാദത്തിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നത് വീണയ്ക്കും മുഖ്യനും ഉള്ളിലെ ഭയം വളർത്തുന്നതല്ലാതെ ഒട്ടും കുറയ്ക്കാൻ സാധ്യതയുമില്ല.